നൃത്തരംഗത്ത് പുത്തൻ പരീക്ഷണങ്ങൾക്ക് വേദിയൊരുക്കുകയാണ് തൃശൂരിലെ ആത്മാ കലാപീഠം. പുരാണ ഇതിഹാസ കഥകളിൽ നിന്ന് മാറി സഞ്ചരിച്ച് ആസ്വാദകരെ നൃത്തരംഗത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ലക്ഷ്യം. കാസർഗോഡ് നടന്ന കുടുംബശ്രീ സംസ്ഥാന സർഗോത്സവത്തിലടക്കം നിരവധി പുരസ്കാരങ്ങളാണ് ആത്മയിലെ വിദ്യാർത്ഥികൾ നേടിയത്. നൃത്തരംഗം നിരവധി പരീക്ഷണങ്ങൾക്ക് വേദിയാകുന്ന ഒരു സ്ഥലമാണ്. ഓരോ തവണകളും പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അത്തരം നിരവധി പരീക്ഷണങ്ങളിലെ വേദിയൊരുക്കുന്ന ഒരു സ്ഥലമാണ് തൃശ്ശൂരിലുള്ള ആത്മാ കലാപീഠം. ആത്മാ കലാപീഠത്തിൻ്റെ നടത്തിപ്പുകാരൻ, അതായത് ഇവിടുത്തെ അധ്യാപകൻ ഇതെല്ലാമായ കണ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. എത്രമാത്രം പരീക്ഷണങ്ങൾ ഇപ്പോൾ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് സഞ്ചരിക്കാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ തീരുമാനിച്ചത്? നൃത്തം എന്ന് പറയുന്നത് അനന്ത സാധ്യതയുള്ള ഒരു ഉപാധിയാണ്. അതായത് നൃത്തത്തിൻ്റെ സാധ്യതകൾ മുഴുവനായിട്ടും ഇപ്പോഴും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഒരു സിനിമാ നടനോ നടിക്കോ കിട്ടുന്ന ഒരു പരിഗണന ഏറ്റവും മികച്ച ഒരു നർത്തകനോ നർത്തകിക്കോ പോലും കിട്ടുന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ മാറ്റി പരീക്ഷിക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ ഇതിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ശ്രദ്ധ ഇതിലേക്ക് വരുമ്പോൾ അതിലൂടെ നൃത്തത്തിനെ കൂടുതൽ ജനകീയമാക്കാനും പിന്നെ നമ്മുടെ മനസ്സിലുള്ള പുതിയ പുതിയ സങ്കല്പങ്ങൾക്ക് രൂപം നൽകാനും നമുക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് പരമ്പരാഗതമായിട്ടുള്ള ആ ശുദ്ധി സൂക്ഷിച്ച് ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ ആധുനികമായിട്ടുള്ള പരീക്ഷണങ്ങൾ കൂടി അതിലേക്ക് ചേർക്കാനായിട്ട് ഉള്ള പ്രോത്സാഹനവും ഉത്സാഹവും തോന്നലും ഉണ്ടാകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെ? പുതിയ പുതിയ പരീക്ഷണങ്ങൾ വരുമ്പോൾ ആദ്യകാലം നേരത്തെ പോലെ പരമ്പരാഗതമായ രീതിയിൽ നിന്ന് മാറി വ്യത്യസ്തമായ പരീക്ഷണങ്ങളിലേക്ക് പോകുമ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെ? ഞാൻ ഈ പറഞ്ഞു നടക്കുന്ന രീതിയൊക്കെ ഉപേക്ഷിച്ച് ആത്മകലാപീഠം എന്ന് പറഞ്ഞ് ഇവിടെ സ്ഥാപിച്ചപ്പോൾ നമ്മൾ ചെയ്യുന്ന പരീക്ഷണങ്ങൾ നമ്മുടെ മക്കൾക്ക് ഭാരമാവരുത്. അതായത് നമ്മൾ പണം ഒരുപാട് ഇറക്കുമ്പോഴാണ് നമുക്ക് അത് തിരിച്ചു കിട്ടണം, അതിനുള്ള ഫലം കിട്ടണം എന്നുള്ള പരീക്ഷണങ്ങൾ വേദികളിലേക്ക് വരുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്നുണ്ടോ? നമ്മൾ സൃഷ്ടി നടത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഒരു കാര്യവും നമുക്ക് വിജയിക്കുമെന്ന് 100% ഉറപ്പോടുകൂടി ചെയ്യാൻ പറ്റില്ല. സ്വീകരിക്കപ്പെടാം, സ്വീകരിക്കാതിരിക്കപ്പെടാം. അതൊക്കെ വിധികർത്താക്കളുടെയും പ്രേക്ഷകരുടെയും തീരുമാനമാണ്. ഇപ്പോൾ വിധികർത്താവിന് ഇഷ്ടപ്പെട്ടത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത് വിധികർത്താവിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. അത് ആ ഇനത്തിൻ്റെ വിധിയായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഈ നൃത്തത്തിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ടോ? എങ്ങനെയുണ്ട് അവസ്ഥ? നൃത്തത്തിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ നൃത്തം എന്താണെന്നും അതിൻ്റെ കാമ്പ് എന്താണെന്നും അന്വേഷിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം നമുക്ക് നൃത്തം എന്നല്ല, ഏത് കലയും പണം, പ്രശസ്തി അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കാം. നൃത്തം ചെയ്താൽ പണം കിട്ടുന്നു, പ്രശസ്തരാകുന്നു, സിനിമാ നടന്മാരാകുന്നു, സീരിയൽ നടികളാകുന്നു, അങ്ങനെ വാർത്തകൾ പത്രങ്ങളിൽ വരുന്നു, മീഡിയയിൽ വരുന്നു. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ കാമ്പ് എന്താണെന്ന് കണ്ടെത്താനും പിന്നെ അതിൻ്റെ ഒരു ആഴത്തിൽ തിരിച്ചറിഞ്ഞ് അതിനെ ഉപാസിക്കാനുമുള്ളവർ വളരെ കുറവാണ്. പക്ഷെ അവർ കുറച്ചേ ഉള്ളൂവെങ്കിലും അവരിലൂടെ ഈ നൃത്തം ഏത് കലയും അവരിലൂടെ മാത്രമേ നിലനിൽക്കപ്പെടുള്ളൂ എന്ന് ഉറപ്പാണ്. ഈ വന്നു പോകുന്ന ആൾക്കാരുടെ കയ്യിൽ കല സുരക്ഷിതമല്ല. ഇതിൻ്റെ കാമ്പറിഞ്ഞ് പ്രവർത്തിക്കുന്നവരുടെ കയ്യിൽ മാത്രമാണ് കല സുരക്ഷിതമായിട്ട് നിൽക്കുള്ളൂ. ഏതായാലും കലാപീഠം പുതിയ പരീക്ഷണങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. കുട്ടികളും അതിന് സജ്ജമാണ്. ഇവരുടെ പരീക്ഷണങ്ങൾ വിജയിക്കട്ടെ. റിപ്പോർട്ടർ ജയ്സൈൻ, റിപ്പോർട്ടർ, തൃശ്ശൂർ.